ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക പറയുകയാണ്, ഞാൻ എന്തൊക്കെ വന്നാലും അവൻ എനിക്ക് നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ ഞാൻ ഡിവോഴ്സിന് സമ്മതിക്കില്ല. ഡിവോഴ്സ് വേണ്ടെന്നേ. എനിക്ക് അങ്ങനെ ഡിവോഴ്സ് കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നും പറയണം. അതേ മോളെ, ആ ഒരു തീരുമാനത്തിൽ തന്നെ നിന്നാൽ മതി നീയ. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ അവർ നമുക്ക് പൈസ തരും. ഡിവോഴ്സ് ആകേണ്ടത് അവരുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമല്ല. അപ്പോൾ അവർ നമുക്ക് പൈസ തന്നാൽ മാത്രമേ നമ്മൾ ഡിവോഴ്സിന് സമ്മതിക്കാനായിട്ട് പാടുള്ളൂ എന്നൊക്കെ ഈ വേണുവൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനാമിക തലകുലുക്കി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും കനകയുമാണ്. അപ്പോൾ കനകയാണെങ്കിൽ ആകെ ടെൻഷൻ. ഗോവിന്ദേട്ടാ, അതെ ഇന്ന് ആ കേസ് നടക്കുമല്ലേ? അതെ, ഇന്ന് ആ കേസ് എടുക്കണം, അനിയുടെ ഡിവോഴ്സിൻ്റെ കേസ്. ഉറപ്പായിട്ടും എനിക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് തോന്നുന്നു. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. എനിക്കാകെ പേടി തോന്നുന്നു ഗോവിന്ദേട്ടാ. അതിനാ പേടി തോന്നുന്നത്? അതല്ല, ഞാൻ പറഞ്ഞു വന്നതേ, ഈ അനിയുടെ കേസ് വാദിക്കുന്നത് നവീനാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ കേസ് വാദിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അനി ഫ്രീ ആവും. പിന്നീട് ഈ നന്ദുവിൻ്റെയും അനിയുടെയും കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ എടുത്ത് ഇടുമോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു പേടി. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നേ. അതല്ലെന്നേ, ഈ നവീൻ മോനും അനിയൊക്കെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ്. അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലോ, ആ ഒരു പേടി എനിക്കുണ്ട് എൻ്റെ ഗോവിന്ദേട്ടാ എന്ന് പറയാണ്. അത് നീ പറഞ്ഞതിൽ കാര്യമുണ്ട് കനകെ. അങ്ങനെ വല്ല സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയത്താണ് അതേ നമ്മുടെ നവീൻ വരുന്നത്. ഇതാരാ വന്ന്? നവീൻ മോനെ കുറിച്ച് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. ആണോ ആൻറ്റി? അല്ല, മോനിതെങ്ങോട്ടാ? അല്ല, ഇന്നാണല്ലോ അനിയുടെ കേസിൻ്റെ കാര്യം, ഡിവോഴ്സ് കേസിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. ആ സമയത്ത് ഇവിടം വരെ വന്ന് നന്ദുവിനെ കാണണം, നന്ദുവിനെ കൂട്ടണം എന്നൊക്കെ എനിക്ക് തോന്നി. എവിടെ നന്ദു എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. മോളെ നന്ദു എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദു, ഞാനിപ്പോൾ ഇവിടെ വന്നതേ നന്ദുവിനെ കൂട്ടിക്കൊണ്ടു പോകാനാ. കാരണം ഇന്ന് ലീവ് എടുക്കാനായിട്ട് പറ്റുമോ? ഇന്ന് കേസ് എടുക്കുകയാണല്ലോ. ഏറ്റവും ഈ കേസിൽ പേടി കൂടുതൽ അത് നന്ദുവിനാണ്. അപ്പോൾ നന്ദു തന്നെ നേരിട്ട് കാണട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഈ കേസിൻ്റെ ഇതിൽ. അല്ല, നന്ദുവിനോട് പറയുകയും ചെയ്തു എനിക്ക് ഡിവോഴ്സ് കിട്ടുമോ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു. ഇത് കേട്ട കനകത്തിൻ്റെ മുഖമാകെ മാറുകയാണ്. നന്ദു ആണെങ്കിൽ പേടിച്ച് നിൽക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ നന്ദുവിനെ കൂട്ടാൻ വേണ്ടി വന്നതാ. നമുക്ക് കോടതിയിലേക്ക് പോയാലോ? നന്ദു വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ പറയാണ്, മോളെ നന്ദു, നവീൻ വന്ന് മോളെ വിളിച്ചല്ലേ, അപ്പോൾ പിന്നെ അതിൽ എതിർപ്പൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോള് കൂടെ പോകാൻ നോക്ക്. ശരി നന്ദു പോയി ഒരുങ്ങിയിട്ട് വാ, പെട്ടെന്നാവട്ടെ. ശരി നവീനേട്ടാ, ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞ് നന്ദു നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഗോവിന്ദനും കനകയും ചോദിക്കുകയാണ്, എനിക്ക് ഡിവോഴ്സ് കിട്ടുമോ മോനെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. പക്ഷേ എനിക്കിപ്പോഴും സംശയമാണ്, അവനെ ഞാൻ ചതിക്കുമെന്നും അവന് ഡിവോഴ്സ് കിട്ടില്ല എന്നൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അതൊന്നും സാരമില്ല, അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ. പക്ഷേ എനിക്ക് അവനങ്ങനെ കൈവിടാനായിട്ട് പറ്റില്ല. ഒരുപാട് നാളുകളായില്ലേ അനാമിക എന്ന് പറഞ്ഞ ശല്യം അവൻ്റെ തലയിൽ തന്നെ കിടക്കുന്നു. ഇനി ആ ശല്യത്തെ ഒഴിവാക്കാൻ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ആൻറ്റിക്ക് അങ്കിൾക്കൊരു കാര്യം അറിയോ, എനിക്ക് കൂടപ്പിറപ്പുകളൊന്നുമില്ല. അനിയെ ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ കൂടപ്പിറപ്പായിട്ട് തന്നെയാണ്. അപ്പോൾ അവനൊരു ആപത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കേണ്ടത് എൻ്റെ കടമയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യും എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷം തോന്നിക്കുക. അപ്പോൾ നന്ദു ഒരുങ്ങി പിടിച്ച് വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കോടതി മുറ്റം. അപ്പോൾ അവിടുത്തെ വക്കീൽ, അനാമികയുടെ വക്കീൽ, അപ്പോൾ വക്കീൽ പറയാണ്, അല്ല ഇനിയിപ്പോൾ നവീൻ വക്കീൽ എന്തൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. അയാൾ വാദിച്ചു കഴിഞ്ഞാൽ അറിയാല കാര്യങ്ങളൊക്കെ. എൻ്റെ പൊന്നു വക്കീലെ, ഈ കേസ് നമ്മൾ തന്നെ വിജയിക്കണം. വിജയിച്ചു കഴിഞ്ഞാൽ വക്കീലിന് തന്നെയാണ് കൂടുതൽ ഗുണമുള്ളത്. അതും എനിക്കറിയാം. പക്ഷേ ഇനിയിപ്പോൾ അയാൾ വേറെ വല്ല കുരുക്കിലും പെടുവോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയുടെ വക്കീലിന് ഭയങ്കര ഭയമാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് ദഹാനി സ്കൂട്ടറിൽ വരുന്നത്. അപ്പോൾ അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വരുന്നു ഒരുത്തൻ. ഡിവോഴ്സ് വേണം എന്നും പറഞ്ഞുകൊണ്ട് കാല് പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ, നാണമില്ലാത്തവൻ എന്നൊക്കെ അനിയെ പറയുകയാണ്. അപ്പോൾ അനി നേരെ ബൈക്കിൽ നിന്ന് ഇറങ്ങി വരിക. എന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹലോ, അവിടെ നിന്നേ, ഈ പ്രാവശ്യം കേസ് വിജയിക്കുമെന്ന് വല്ല നിശ്ചയമുണ്ടോ?
അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും കേസ് വിജയിച്ചാലും ഇല്ലെങ്കിലും ഇവള് വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. എടാ ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറാണ്, പക്ഷേ ഞങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കൂടി തരണം. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കുള്ള നഷ്ടപരിഹാരം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത്? അയ്യോ, അതിൻ്റെ കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് നടന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഇവള് വിചാരിക്കുന്ന പോലെ ഒരു 10 പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നീയൊക്കെ ഒന്ന് വിചാരിക്കേണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി നല്ല മാസം മറുപടി കൊടുക്കുകയാണ്. എങ്കിലങ്ങനെ ഇരുന്നോ, ഡിവോഴ്സ് കിട്ടണ്ട. പക്ഷേ ഇവനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്, നന്ദു. ആ നന്ദുവിനെ നിനക്ക് കിട്ടുമോ? കിട്ടാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവീനും നന്ദുവും കൂടി വരിക. അപ്പോൾ കാറിൽ നിന്നിറങ്ങുക. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ വേണുവാണെങ്കിൽ പൊട്ടിച്ചിരി. അപ്പോൾ വേണു പറയാണ്, ദേ വരുന്നു. പിന്നെ വക്കീൽ സാറിനോട് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഈ SIയുടെ കാര്യത്തെക്കുറിച്ച്? ഇതേ വരുന്നതാണ് SI. അതായത് ഈ SIയും ഈ അനിയും തമ്മിൽ പ്രണയത്തിലാണ്. പക്ഷേ SI കല്യാണം കഴിക്കാൻ പോകുന്നത് വരുന്ന വക്കീലായ നവീനയാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴേക്കും ഇവരൊക്കെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനിയാണെങ്കിൽ എനിക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാനാടാ, നീയൊക്കെ ഒരിക്കലും ഈ കേസ് തീരാനായിട്ട് സമ്മതിക്കൂല, ഡിവോഴ്സിന് നീ സമ്മതിക്കത്തുമില്ല. പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറൂലേ, പിന്നെ നിനക്ക് നിൻ്റെ പെണ്ണിനെ കെട്ടാനായിട്ട് പാടില്ലേ? എന്ത് ചെയ്യാനാ, നിൻ്റെ കേസ് വിജയിക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാ നന്ദു ഇപ്പോൾ ചാഞ്ഞതേ നവീൻ്റെ അടുക്കലേക്ക് പോയത്. അപ്പോൾ നവീനുമായിട്ടുള്ള ആ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ അവൾ രക്ഷപ്പെട്ട് അങ്ങോട്ട് പോട്ടേടാ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും ഞങ്ങൾ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും നവീനും നന്ദും കൂടി അനിയുടെ അടുത്തേക്ക് വരികയാണ്. എന്താ അവർ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ ബഹളി പിടിച്ച് നടക്കുന്നവർ എന്താണ് ഇവർ പറയുന്നതെന്ന് ഊഹിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. ഇനി ഏതായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വാ നമുക്ക് കയറാം. അനി, നീ എന്തിനിങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ലേ, ആ വാക്ക് ഉറപ്പായിട്ടും പാലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദു അതേപോലെ തന്നെ അനിയൻ നിൽക്കുക. അപ്പോൾ ഇവളെവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. ഏതായാലും നിൻ്റെ കേസ് ബാധിക്കല്ലേ, ഏറ്റവും കൂടുതൽ താല്പര്യം നന്ദുവിന്. നന്ദു കൂടി കേൾക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ വീട്ടിൽ പോയി ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നാണെന്നും പറയാം. അങ്ങനെ ഇവർ കോടതിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ അനാമിക വരിക. അപ്പോൾ അനാമിക വന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ അനാമികയുടെ വക്കീൽ പറയുകയാണ്, എനിക്ക് അനാമികയെ ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനാമിക നേരെ ആ കോടതി കൂട്ടിലേക്ക് കയറി ജഡ്ജിക്ക് നേരെ കൈ ഊപ്പി കാണിക്കുക. പക്ഷേ ജഡ്ജിക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് പെടുന്നില്ല അനാമികയെ കണ്ടിട്ട്. അനാമികയെ കാണുമ്പോൾ ഒരു ദേഷ്യം എന്ന രീതിയിലാണ് ജഡ്ജിയുടെ മുഖം ഇങ്ങോട്ട് മാറി മറിയുന്നത്. അപ്പോൾ അത് അനാമികയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. അപ്പോൾ അനാമികയുടെ വക്കീൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവല്ലേ അനിരുദ്ധ് എന്ന് പറഞ്ഞ അനി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ. നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ അനിയേട്ടൻ്റെ ഒരു കവിത കണ്ടാണ് ഞാൻ അനിയേട്ടനെ പരിചയപ്പെടുന്നത്. കവിത വായിച്ചു, ഞാൻ അനിയേട്ടനെ വിളിച്ചു, ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം എന്നെ തെരുതെരെ വിളിക്കലായി. ഇത് കേട്ട് അനി ഞെട്ടിപ്പോവാണ്, ഇത് എന്തൊക്കെയാണ് ഇവള് പറഞ്ഞു കൂട്ടുന്നതെന്നൊക്കെ ആലോചിച്ച്. എന്നെ തെരുതെരെ വിളിച്ചു, ലാസ്റ്റ് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണാണ് മാഡം, അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛന് വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അനിയേട്ടൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുടുംബമാണല്ലോ. അപ്പോൾ അങ്ങോട്ട് കല്യാണം കഴിച്ച് വിടുമ്പോൾ നല്ല ആഡംബരമായിട്ട് തന്നെ കല്യാണം കഴിച്ച് വിടണമല്ലോ എന്നൊക്കെ വിചാരിച്ച് എൻ്റെ അച്ഛൻ കടത്തിൻ്റെ കൂടൊക്കെ മേടിച്ച് ഈ കല്യാണം നടത്തി. ആഡംബരമായിട്ട് തന്നെയാണ് ഈ കല്യാണം നടത്തിയത്. പിന്നീട് അനിയേട്ടന് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നോടൊരു ഇഷ്ടക്കേടൊക്കെ കാണിച്ചു. പിന്നീട് എനിക്ക് അനിയേട്ടനൊപ്പം ജീവിക്കാനായിട്ട് പറ്റിയില്ല. അതേപോലുള്ള രീതികളാണ് എന്നെ അവഗണിച്ചത്. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥ നേരിടേണ്ടി അവിടെ വന്നു എന്നൊക്കെ അനാമിക അവിടെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് നിരത്തുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജി എന്തൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കണം, അനിയേട്ടനെ ഇഷ്ടമല്ല, അനിയേട്ടനെ എനിക്കിഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ കൂടെ ജീവിക്കും? എനിക്ക് ഡിവോഴ്സിന് ഒരു സമ്മതമല്ല. പക്ഷേ അനിയേട്ടനാണെങ്കിൽ ഡിവോഴ്സ് വേണം, എന്നെ ഒഴിവാക്കണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ പിന്നെ എനിക്കും ജീവിക്കാനായിട്ട് പൈസ വേണ്ടേ മാഡം? അതുകൊണ്ടാണ് ഞാൻ ഈ പൈസ ചോദിക്കുന്നത്. എനിക്ക് നഷ്ടപരിഹാരം വേണം, ജീവിക്കണം, കടം മേടിച്ചതൊക്കെ കൊടുക്കുക തന്നെ ചെയ്യണം, അല്ലാതെ വേറൊരു നിവൃത്തിയില്ല എനിക്ക്
ബഹുമാനപ്പെട്ട കോടതി എൻ്റെ ഒരു അപേക്ഷ സ്വീകരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജഡ്ജി ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ല മാഡം, ജഡ്ജി അല്ല, നമ്മുടെ വക്കീൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. മാഡം, ഇപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? എൻ്റെ കക്ഷി ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. കക്ഷിക്ക് അനിയോടൊപ്പം ജീവിക്കാൻ തന്നെയാണ് താല്പര്യം. പക്ഷേ അനിക്കാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ എൻ്റെ കക്ഷി ചോദിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും മാഡം എന്നൊക്കെ ഇങ്ങനെ വക്കീൽ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട വക്കീലാണെങ്കിൽ, അല്ല, അനാമിക നേരത്തെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളതാണല്ലോ, അതറിയാവുന്ന കാര്യം തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, മാഡം, അത് കല്യാണത്തിന് മുമ്പ് കിടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതെല്ലാം മാറിയതിന് ശേഷമാണ് അനിയെ കല്യാണം കഴിച്ചത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർമൽ തന്നെയാണ് എൻ്റെ കക്ഷി എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ എഴുതി വെക്കുക. അതിനുശേഷം നമ്മുടെ അനിയെ വിളിക്കുക. അപ്പോൾ അനിയെ വിളിച്ചിട്ട് അനിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. എൻ്റെ എതിർകക്ഷിയോട് എനിക്ക് ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വക്കീലിങ്ങനെ ചോദിക്കുകയാണ്, ഓരോരോ കാര്യങ്ങളും ചോദിക്കുകയാണ്. നിങ്ങൾ അനാമികയെ കല്യാണം കഴിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അനാമികയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഇവരാണ് ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നതും കല്യാണം നടത്തുക തന്നെ ചെയ്തതും. പിന്നീട് പൈസ, ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പൈസ മേടിക്കില്ലായിരുന്നു പരിപാടി. അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ കൂട്ടി എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട ജഡ്ജി ആണെങ്കിൽ എന്തൊക്കെയോ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മുടെ അനിയുമായിട്ടുള്ള ആ ഒരു സംഭാഷണം അവിടെ ഒഴിവാക്കുകയാണ്. ഇനി വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുകയാണ്. അപ്പോൾ നവീൻ വക്കീൽ വരിക. അപ്പോൾ നവീൻ വക്കീൽ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ചോദ്യം ചെയ്യാനുള്ളത് അത് അനിയല്ല, അനാമികയാണ് എന്നും പറയുകയാണ്. അങ്ങനെ അനാമിക നേരെ ആ കോടതി കൂട്ടിലേക്ക് വരികയാണ്. കോടതി കൂട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നവീൻ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ അനിയെ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്, നിങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി ഒരുപാട് പൈസകളെല്ലാം ചിലവായി, കടവും കടത്തിൻ്റെ കൂടും മേടിച്ചിട്ടാണ് അച്ഛൻ ആ കല്യാണം നടത്തിയത് എന്നൊക്കെയല്ലേ പറഞ്ഞത്? അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരിയാ പറഞ്ഞത്, കല്യാണം നടത്തി. കല്യാണം ഈ അനന്തപുരിയിലേക്കാണ് കയറി ചെല്ലുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗംഭീരമായിട്ട് തന്നെ കല്യാണം നടത്തണമെന്ന് ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേണമെന്ന് പറഞ്ഞ അയാൾ നിറയെ കടങ്ങൾ മേടിച്ചിട്ട് തന്നെയാണ് ഈ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത്. പക്ഷേ അതിലും ഒരു തിരുത്തലുണ്ട് മാഡം. കാരണം കല്യാണം നടത്താൻ വേണ്ടി മാത്രമല്ല ഇവർ കടങ്ങൾ മേടിച്ചത്, കല്യാണത്തിന് മുമ്പും ഇതേ ഏർപ്പാട് തന്നെയായിരുന്നു. വലിയ വീട്, വലിയ കാറ്, അങ്ങനെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവർ വലിയ പണക്കാർ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നുമില്ല. അവിടെ ആഡംബര ജീവിതം കാണിക്കാൻ വേണ്ടി ഇവർ കടം മേടിച്ച് കൂട്ടുകയായിരുന്നു ഇവരുടെ പതിവ്. അപ്പോൾ കല്യാണത്തിന് മുമ്പും അവർക്ക് ഇത് തന്നെയായിരുന്നു ഏർപ്പാട്. കല്യാണത്തിന് ശേഷം മാത്രമല്ല മാഡം, അങ്ങനെയാണ് മകൾക്ക് ഒരു നല്ലൊരു പണക്കാര ജീവിതം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ അതിനു മുമ്പ് കല്യാണത്തിന് മുമ്പ് നിങ്ങളൊരാളെ പ്രണയിച്ചിട്ടില്ലേ? ആ പ്രണയിച്ചതിന് ശേഷമല്ലേ നിങ്ങൾക്ക് മെൻ്റലായത്? അയാളെ വഞ്ചിച്ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ മാനസികമായിട്ട് തകർന്നു, നിങ്ങൾക്ക് മെൻ്റലായി. അതൊക്കെ പൂർണ്ണമായി ശരി തന്നെയാണ് മാഡം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ കല്യാണത്തിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ അനിയെ കൂടുതലായിട്ട് സ്നേഹിച്ചില്ല? നിങ്ങൾ അനിയെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ എന്നെ സ്നേഹിക്കാറില്ലല്ലോ, അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതാണ് മാഡം എന്ന് അനാമിക പറയുമ്പോൾ, സത്യം, സ്വാഭാവികമായ കാര്യം. ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യും. അത് നമുക്ക് അതിൽ എതിർപ്പൊന്നും പറയാനായിട്ട് പറ്റില്ല. അത് ന്യായമായ കാര്യം തന്നെയാണെന്നൊക്കെ പറയാം. ഇതിട്ടപ്പോഴേക്കും ഈ നമ്മുടെ അനിയും അതേപോലെ തന്നെ നന്ദുവൊക്കെ ഞെട്ടിപ്പോവാണ്. കാരണം ഈ നവീൻ എന്ത് ബാധിച്ചാൽ നിൽക്കുന്നത്, അവൾക്ക് വേണ്ടിയാണ് ഈ ബാധിച്ച് നിൽക്കുന്നത് പോലും ചിന്തിക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കല്യാണത്തിന് ശേഷം പ്രണയമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും, കല്യാണത്തിന് ശേഷമോ? ഇല്ല, കല്യാണത്തിന് ശേഷം എനിക്കെങ്ങനെ പ്രണയം ഉണ്ടാവുന്നത്? കല്യാണത്തിന് ശേഷം ഒരു പ്രണയം ഉണ്ടായിട്ടില്ല എന്ന് അനാമിക പറയുമ്പോൾ, എങ്കിൽ പിന്നെ സ്റ്റെബിൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട നമ്മുടെ അനാമിക ഞെട്ടിത്തരിച്ചൊരവസ്ഥയിലായി പോവുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്.
അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.